പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ മഹാസമ്മേളനത്തിൻ്റെ മൂന്നാമത്തെ സന്ധ്യയിൽ സവിശേഷവും ധന്യമായ ഈ നിമിഷം വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ മഹായോഗം പ്രസൈഡ് ചെയ്യുന്ന ദൈവസഭയുടെ ചർച്ച് ഗ്രോത്ത് മിഷൻ ഡയറക്ടർ കൂടിയായ ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ വൈ ജോസ് അവർകൾ, ഈ മഹാപ്രസ്ഥാനത്തിന് സർവാത്മന സാന്നിധ്യം വഹിക്കുന്ന ദൈവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റജി അവർകൾ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ സൗത്ത് ഏഷ്യയുടെ റീജിയണൽ സൂപ്രണ്ട് പാസ്റ്റർ സി തോമസ് അവർകൾ, അസിസ്റ്റൻ്റ് ഓവർസിയർ ഡോക്ടർ ഷുബു കെ മാത്യു, ഡോക്ടർ ജെയ്സൺ തോമസ്, പാസ്റ്റർ സാംകുട്ടി മാത്യു അവർകൾ, എനിക്ക് മുന്നേ സംസാരിച്ച പാസ്റ്റർ എബി, എനിക്ക് പിന്നാലെ ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ബി ഡിവിഷൻ്റെ റെപ്രസെൻറ്റേറ്റീവും നോർത്തേൺ റീജിയൻ്റെ ഇപ്പോൾ ഓവർസറും കൂടിയായ ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ ബെന്നിസൺ മത്തായി അവർകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനുഗ്രഹീതരായ കർദാസന്മാർ, ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, സെൻട്രൽ പാസ്റ്റർമാർ, ഈ രാത്രി ലൈവ് സംപ്രേഷണത്തിലൂടെ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾക്ക് സാഗൂതം കാതോർക്കുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ പ്രയാണത്തിൽ പ്രാർത്ഥന കൊണ്ടും എല്ലാ പിന്തുണയും നൽകി സഹകരിക്കുന്ന എൻ്റെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ലിജു അബ്രഹാം അവർകൾ, എൻ്റെ സെൻട്രൽ പാസ്റ്റർമാരായ പാസ്റ്റർ ജോസഫ് സാം, പാസ്റ്റർ വിനോദ് ജേക്ക അടക്കമുള്ള എല്ലാവരെയും ഈ സമയം വിനയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ധന്യനായ യേശുക്രിസ്തുവിൻ്റെ വന്യവും പരിശുദ്ധമായ നാമത്തിൽ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ മഹായോഗത്തിൻ്റെ ഈ മൂന്നാമത്തെ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനനിമിത്തം ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഒരിക്കൽ കൂടി വേദിയെ സജ്ജമാക്കിയ ദൈവസഭയുടെ ലീഡർഷിപ്പിനോട് വളരെ സ്നേഹത്തോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒട്ടനവധി പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ പകലും രാത്രിയുമായി നടന്നു കഴിഞ്ഞു. എല്ലാ ശുശ്രൂഷകളും വളരെ കിടയറ്റ, കരുത്തുറ്റ, അനുഗ്രഹീതമായ ശുശ്രൂഷകളാണ്. എല്ലാ പ്രസംഗങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്. പകലത്തെ പ്രസംഗങ്ങളൊക്കെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രസംഗങ്ങളാണ്. ഏറ്റവും അനുഗ്രഹീതമായ എക്സ്പോസിഷനാണ് അനുഗ്രഹീതരായ കർദാസന്മാർ നടത്തുന്നത്. എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഏറ്റവും കാലിക പ്രസക്തമായ ഒരു പ്രമേയമാണ് ഈ ആഴ്ച ഉടനീളം ഈ വാർഷിക കോൺഫറൻസിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പാസ്റ്റർ എബിയിലൂടെ വളരെ മനോഹരമായ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. തുടർന്ന് എനിക്ക് പിന്നാലെയും കർത്താവരദാസൻ സംസാരിപ്പാനുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ജയിച്ചവരാണെന്നുള്ള ആ വിശ്വാസത്തോടും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് ധന്യനായ പൗലോസ്. പൗലോസിൻ്റെ തൂലിക വിന്യാസത്തിലൂടെ എബ്രായ ലേഖനമടക്കം, എബ്രായ ലേഖനത്തിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് ഡിബേറ്റ് ഉണ്ടെങ്കിൽ തന്നെയും എബ്രായ ലേഖനമടക്കം 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് നൽകിയ എഴുത്തുകാരനാണ് പൗലോസ്. ആ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ ക്രിസ്തുവിജ്ഞാനീയ ലേഖനങ്ങളാണ്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം, എബ്രായ ലേഖനം. അതിൽ രക്ഷാസിദ്ധാന്തം അവതരിപ്പിക്കുന്ന 3 ലേഖനങ്ങളാണ് റോമാലേഖനവും ഗലാത്യ ലേഖനവും അതുപോലെ തന്നെ കൊരിന്ത്യ ലേഖനവും. അത് റോമാലേഖനത്തിലെയും ഗലാത്യ ലേഖനത്തിലെയും വിഷയം വിശ്വാസത്താൽ നീതീകരണം എന്നുള്ള കാര്യവും അതിൻ്റെ വിശദീകരണവുമാണ്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈദിക ലേഖനങ്ങളാണ് 1-2 തീമോത്തിയോസ്, തീത്തോസ് ലേഖനങ്ങൾ. എസ്കറ്റോളജി ചർച്ച ചെയ്യുന്ന ഏകലേഖനം തെസ്സലോനിക്ക ലേഖനമാണ്. അങ്ങനെ 14 ലേഖനങ്ങളിലൂടെ ഏറ്റവും പ്രൗഢഗംഭീരമായ പ്രമേയ അവതരണത്തിലൂടെ ക്രൈസ്തവ സഭയുടെ പ്രത്യാശാ നിർഭരമായ സന്ദേശങ്ങൾ കൈമാറിയ കർത്താവിൻ്റെ ദാസൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ലേഖനമാണ് റോമാലേഖനം. ഈ ലേഖനം സുവിശേഷ ലേഖനമെന്നും
സുവിശേഷ പ്രകടന പത്രികയെന്നും ഇതിനെ ഈ പൗലോസിൻ്റെ ബൈബിളിലെ 5-ാമത്തെ സുവിശേഷമെന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം 4 സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ വിശദീകരണമായി റോമാലേഖനത്തിൽ സുവിശേഷം കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട്. നീതീകരണത്തെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച്, തേജസ്കരണത്തെക്കുറിച്ച്, രക്ഷയുടെ വിവിധ തലങ്ങളെക്കുറിച്ച്, അങ്ങനെ രക്ഷാവിജ്ഞാനിയും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ്. നിങ്ങൾക്കറിയാം, പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് റോമാലേഖന വായനയാണ്. 1517 ഒക്ടോബർ മാസം 31-ാം തീയതി മാർട്ടിൻ ലൂതർ തൻ്റെ ഗ്രീക്ക് ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബൈബിൾ വായിച്ചപ്പോൾ 1-ാം അധ്യായം 17-ാം വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യമാണ് പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വാക്യവായനയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി, കർമ്മമാർഗങ്ങളിലൂടെ അല്ല രക്ഷ, കർമ്മകാണ്ഡങ്ങളിലൂടെ അല്ല രക്ഷ, അനുഷ്ഠാന കലകളിലൂടെ അല്ല രക്ഷ. അത് മനസ്സിലാക്കിയ മാർട്ടിൻ ലൂതർ റോമാ സഭ വിട്ട് യൂറോപ്പിലാകമാനം, ജർമ്മനിയിൽ ആരംഭിച്ച് യൂറോപ്പിലാകമാനം കട്ടഴിച്ചു വിട്ട പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഈ റോമാലേഖനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ മാർട്ടിൻ ലൂതർ റോമാലേഖനം വായിച്ചത് കൊണ്ടാണ് 500 വർഷം പിന്നിട്ട് പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായി പെന്തക്കോസ്തുകാരായി ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്ന സ്തോത്രം. അങ്ങനെ വിറ്റംബർഗ് പള്ളിയുടെ ഭിത്തിമേൽ എഴുതി വെച്ചു, കർമ്മമാർഗം അല്ല രക്ഷ. ആരെങ്കിലും പുതിയ ആളുകൾ പ്രസംഗം കേൾക്കാൻ ഈ ജനറൽ കൺവെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി പറയട്ടെ, അവിടെയാണ് പ്രൊട്ടസ്റ്റന്റ് സ്പിരിച്വാലിറ്റിയുടെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നത്. വിറ്റംബർഗ് പള്ളിയുടെ ഭിത്തിമേൽ അദ്ദേഹം എഴുതി വെച്ചു, പ്രൈമസി ഓഫ് ദ ബൈബിൾ. ബൈബിളിനാണ് അധികാരം, പോപ്പിനല്ല, പാരമ്പര്യങ്ങൾക്കല്ല, തിരുവഴുത്തിനാണ് അധികാരം, സോളാ സ്ക്രിപ്ചർ. മാത്രമല്ല, പ്രീസ്റ്റ്ഹുഡ് ഓഫ് ദി ബിലീവേഴ്സ്, സഭയ്ക്കാണ് പൗരോഹിത്യം. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി അദ്ദേഹം മുന്നോട്ട് വന്നു. അതിന് പ്രേരകമായത് റോമാലേഖനമാണ്. മാർട്ടിൻ ലൂതറിന് മാത്രമല്ല, ജോൺ വെസ്ലിക്കും അതുപോലെ തന്നെ ടിൻഡെയിൽ അടക്കമുള്ള നവീകരണ നക്ഷത്രങ്ങളെ സ്വാധീനിച്ച പുസ്തകമാണ് റോമാലേഖനം. അത് ഈ ആഴ്ച മുഴുവൻ ചർച്ച ചെയ്യാൻ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമ്മെ രക്ഷിച്ച മാർഗം, നമ്മളെ നീതീകരിച്ച മാർഗം, നമ്മളെ വിശുദ്ധീകരിച്ച മാർഗം, നമ്മളെയെല്ലാം ഇങ്ങനെ ആക്കിയ ഒരു മാർഗത്തിന്റെ പേരാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്ന. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ദാർശനികമായ അടിത്തറയാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അത് രൂപപ്പെടുത്തിക്കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം, മാർട്ടിൻ ലൂതറിന്റെ ലൂതറൻ തിയോളജിയുടെ ദാർശനികമായ അടിത്തറയും അതൊക്കെ തന്നെയായിരുന്നു. അതിനോട് സംവാദം നടത്തി രൂപപ്പെടുത്തി വന്ന റീഫോംഡ് പെന്തക്കോസ്റ്റ് തിയോളജിയാണ് നമ്മുടെ ദൈവശാസ്ത്രം. പെന്തക്കോസ്തുകാരാകാൻ അഭിമാനത്തോടെ പറയാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയണം. ദൈവം അതിന് നൽകിയ ഭാഗ്യത്തെ ഒരു കരമത്തി സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ലോകത്തെമ്പാടും ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ ഒരു മുന്നേറ്റമാണ് പെന്തക്കോസ്റ്റ് മുന്നേറ്റം എന്ന് പറയുന്നത്. അതിന് ദൈവശാസ്ത്രപരമായ ഒരു പരിപ്രേക്ഷ്യം ഈ റോമാലേഖനത്തിൻ്റെ വിശാലമായ ക്യാൻവാസിലുണ്ട്. ഈ റോമാലേഖനത്തിൽ ചില കാര്യങ്ങൾ വേഗം പറഞ്ഞാൽ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്താൽ നീതീകരണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന് പറയുന്ന പ്രമേയമാണ്. 9, 10, 11 അധ്യായങ്ങൾ ഇടയ്ക്കുള്ളൊരു ബ്രൈറ്റ് അധ്യായമാണ്. 9-ാം അധ്യായത്തിൽ യഹൂദന്റെ ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പ്. 10-ാം അധ്യായത്തിൽ യഹൂദന്റെ റിജക്ഷനാണ്, അവന്റെ തിരസ്കരണം. 11-ാം അധ്യായത്തിൽ യഹൂദന്റെ റെസ്റ്റോറേഷനാണ്, അവന്റെ യഥാസ്ഥാപനമാണ്. ഇതാണ് 9, 10, 11 അധ്യായങ്ങൾ. 12 മുതൽ 16 വരെ പ്രായോഗികമായ വിഷയങ്ങൾ പറയുകയാണ്. അത് പൗലോസിന്റെ എഴുത്തിന്റെ ശൈലിയാണ്. ആദ്യം സിദ്ധാന്തം പറയും, പിന്നീട് അദ്ദേഹം പ്രായോഗികമായ കാര്യം പറയും. ആദ്യം തിയറി പറയും, പിന്നെ പ്രാക്ടിക്കൽ പറയും. ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ആരാധന എന്താണ്, ക്രൈസ്തവന്റെ ധർമ്മം എന്താണ്, അവന്റെ കടപ്പാടുകൾ എന്താണ്, അവന്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം വളരെ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ലേഖനമാണ്. പക്ഷേ 3-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ഒരു കോഴ്സാണ്. അത് 3-ാം അധ്യായം മുതൽ നാം പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 3-ാം അധ്യായം മുതൽ പറഞ്ഞു വരുന്ന സകല കാര്യങ്ങളുടെയും ക്ലൈമാക്സ് ആണ് 8-ാം അധ്യായം എന്ന് പറയുന്നത്. എഴുത്തുകാരൻ്റെ മനസ്സിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് കടന്നു പോകുന്നുണ്ട്. എന്നത് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് ന്യായപ്രമാണം ഏറ്റുവാങ്ങി പിന്നീട് പ്രോമിസ് ലാൻഡിലേക്ക് പ്രവേശിച്ചതുപോലെ 6-ാം അധ്യായത്തിൽ
ഞങ്ങളുടെ സ്നാനത്തിന് മുൻകുറിയാണല്ലോ. സ്നാനമേറ്റ് 7-ാം അധ്യായത്തിൽ ലോയാണ് പറയുന്നത്, ന്യായപ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്ത് 8-ാം അധ്യായത്തിൽ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുന്ന ജനത്തെ പോലെ ഏറ്റവും അനുഗ്രഹീതമായ ആത്മാവിലുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ വിജയം പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തോറ്റവരല്ല, നമ്മൾ വിജയിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഏകദേശം 5-6 ട്രാൻസ്ലേഷൻ ഞാൻ പരിശോധിക്കുകയുണ്ടായി. ഏറ്റവും മനോഹരം വിജയികളിൽ വിജയികളായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി കേവലം വിജയികളല്ല, നിങ്ങൾ വിജയികളിൽ വിജയികളാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിജയികളാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നമ്മളെ ഇതിൽ നിന്ന് മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, 7-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു ടെൻഷനിലാണ്, ആകുലതയോട്, ആന്തരിക സംഘർഷത്തോട്, അതുപോലെ തന്നെ ആശങ്കയോട്, നിരാശയോട്, ആന്തരികമായ പോരാട്ടങ്ങളിലൂടെ ഒരു നിരാശയോടും ആശങ്കയോടും കുറ്റബോധത്തോടും കൂടി 7-ാം അധ്യായം അവസാനിക്കുകയാണ്. പക്ഷെ 7-ാം അധ്യായത്തിൽ ഒരു സൂചന നൽകുന്നുണ്ട്. 25-ാം വാക്യം, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. അതിന്റെ എക്സ്പ്ലനേഷനാണ് 8-ൽ ആരംഭിക്കുന്നത്. 7-ാം അധ്യായം 24-ാം വാക്യം വരെ കുറ്റബോധത്തിന്റെ തടവറയിലാണെങ്കിൽ, പരാജയ ഭീതിയിലാണെങ്കിൽ, നിരാശയിലാണെങ്കിൽ എഴുത്തുകാരൻ പറയുകയാണ്, അതിൽ കുടുങ്ങി കടക്കാനല്ല പ്രിയമുള്ളവര്, പിന്നെ യേശു ക്രിസ്തു മുഖാന്തരം ജയമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ എക്സ്പ്ലനേഷനാണ്, അതിന്റെ വിശദീകരണമാണ് 8-ാം അധ്യായം മുഴുവൻ. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. കാരണം ഇന്ന് രാത്രി ആര് കുറ്റബോധത്തിന്റെ തടവറയിൽ ആരും കടക്കണ്ട, നിരാശയോട് മടങ്ങി പോകണ്ട, തലകുനിച്ചവരായി പോകണ്ട, ഭയത്തോടെ പോകണ്ട, ആന്തരിക സംഘർഷങ്ങളോട് പോകണ്ട, സമ്മർദ്ദങ്ങളോട് പോകണ്ട. ക്രിസ്തു മുഖാന്തരം ഒരു ജയമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ വിശദീകരണമാണ് അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിലുള്ള നമ്മുടെ ജയത്തെ കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ 5 പ്രാവശ്യമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ 8-ാം അധ്യായത്തിൽ 20 പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. 1-ാം അധ്യായം 8-ാം അധ്യായം വരെ 5 പ്രാവശ്യമേ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ 8-ാം അധ്യായം മുഴുവൻ 20-ലധികം പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ആത്മാവിലാണ് നമുക്ക് ജയമുള്ളത്. ആത്മാവിലാണ് നമുക്ക് ഇതിനുമെല്ലാം ജയമുള്ളത്. ഇന്ന് രാത്രി പ്രിയമുള്ളവര്, നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാണ്, കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് രാത്രി നമ്മൾ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരാ. കൃപാവരങ്ങളൊന്നും നിന്ന് പോയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഇന്ന് രാത്രി കരമതി സ്വതന്ത്രം ചെയ്താട്ടെ. ഒരു കൃപാവരങ്ങൾ നിന്ന് പോയിട്ടില്ല. ഇന്നും അതുപോലെ തന്നെ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് there is no condemnation. എന്താ കാരണം? ബിക്കോസ് ഓഫ് അറ്റോൺമെന്റ്. പ്രായശ്ചിത്ത ബലി സംഭവിച്ചത് കൊണ്ട് നിങ്ങളുടെ ശിക്ഷാവിധി മാറിപ്പോയി. അപ്പോൾ അടുത്തത് പറയുകയാണ്, there is no separation. ഇനി നിങ്ങളെ അകറ്റാൻ പറ്റത്തില്ല. കാരണം എന്താ? ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ലവ്. നിങ്ങളുടെ ശിക്ഷാവിധി മാറ്റിയത് അറ്റോൺമെന്റ് ആണെങ്കിൽ ഈ സ്നേഹത്തെ നിങ്ങളെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ 2 കാര്യങ്ങൾ വിശദീകരിച്ചു വരികയാണ്. യു ക്യാൻ കണ്ടം. നിങ്ങളെ ആർക്ക് കണ്ടം ചെയ്യാൻ പറ്റും? രണ്ടാമത് വാട്ട് സെപ്പറേറ്റ്. എന്തിന് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇതിന്റെ വിശദീകരണമാണ് 8-ാം അധ്യായത്തിൽ പറയുന്നത്. അതിനകത്ത് ദൈവശാസ്ത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൂടെ ഞാൻ ചർച്ച ചെയ്യും. സൂക്ഷ്മതയോട് പോകേണ്ട ഒരു മേഖലയാണ്. പ്രിയമുള്ളവരെ പറയട്ടെ, കാൽവിനിസ്റ്റുകൾ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. അതുകൊണ്ട് ആ ഭാഗം കൂടി ഞാൻ വിശദീകരിക്കും. സ്തോത്രം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യം മുതൽ പറഞ്ഞു വരികയാണ്, നിങ്ങൾ ശിക്ഷാവിധി മാറിപ്പോയവരാണ്. there is no condemnation, freedom from judgment. ന്യായവിധി മാറിപ്പോയവരാണ്. ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നവരാണ്. പിന്നീട് പറയുന്നു, പുത്രത്വത്തിന്റെ പദവി പ്രാപിച്ച് പുത്രന്റെ അവകാശങ്ങളും പ്രാപിച്ചവരാണ്. തീർന്നില്ല, നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. സോദരം, ദൈവകോടതി നിങ്ങളെ വെറുതെ വിട്ടതിന്റെ പേരാ നീതീകരണം, കേട്ടോ. താഴത്തെ കോടതിയിലല്ല, സുപ്രീം കോടതി വെറുതെ വിട്ടതിന്റെ പേരാണ് ജസ്റ്റിഫിക്കേഷൻ. ഇന്ന് രാത്രി ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും വലിയ കോടതി നമ്മളെ വെറുതെ വിട്ടു. ഏറ്റവും വലിയ കോടതി നമ്മളെ വെറുതെ വിട്ടു. ആ നീതീകരണം പ്രാപിച്ചവർ, മുന്നറിഞ്ഞവർ, മുൻനിർണയിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, ഇതൊക്കെ പറയുകയാണ്. അങ്ങനെ പുത്രത്വത്തിന് അവകാശമുള്ളവർ, ഈ ക്രിസ്തുവിൽ പദവിയിലേക്ക് വന്ന
ആളുകളുടെ പദവിയും ഐഡന്റിറ്റിയും പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ ഇനി ഒരു പ്രതിസന്ധിക്കും തകർക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നിങ്ങൾ മുന്നറിഞ്ഞവരാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, പുത്രത്തിന്റെ അവകാശങ്ങൾ പ്രാപിച്ചവരാണ്. അങ്ങനെ വന്ന നിങ്ങളെ ഇനി തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് രക്ഷാപദ്ധതിയുടെ വാദം കൊണ്ടുവന്ന് കാൽവിനിസം അതിനകത്തുണ്ട്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ കാൽവിനിസത്തിൽ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പ്രസംഗങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു, വളരെ മനോഹരമായി. പക്ഷെ ഷാജി ഡാനിയലും ഡോക്ടർ നമ്മുടെ ബോബി മാത്യു അവർക്ക് ആ മേഖലയിലൂടെ കൃത്യമായി കടന്നു പോയതാണ് കാൽവിനിസത്തിൽ കുടുങ്ങാതെ. സ്തോത്രം. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, ഗൗരവമായി പറയട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ചിലർ പറയും, സ്തോത്രം, നീതീകരിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, മുന്നറിഞ്ഞവരാണ്, എല്ലാം ശരിയാണ്, അതുകൊണ്ട് ഇവരെപ്പോഴും ഭദ്രമായിരിക്കുമെന്ന് പറയും. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, അവിടെ വിശദീകരിക്കുന്നത് ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അത് വിശുദ്ധീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായത്തിൽ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായി സമർപ്പിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആ ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അപ്പോൾ വീണ്ടും ഡിബേറ്റിൽ പറയും, അവിടെ ശുദ്ധീകരണം പറഞ്ഞിട്ടില്ലല്ലോ. എവിടെയാണ് അവസാനത്തെ പാരഗ്രാഫിൽ നീതീകരണം പറഞ്ഞിട്ട് തേജസ്കരണമാണെന്നല്ലോ പറയുന്നത്? അവിടെയാണ് എഫ് ബ്രൂസ് അതിന്റെ മറുപടി പറയുന്നത്. കാരണം വിശുദ്ധീകരണം ആരംഭിക്കുന്നത് നീതീകരണത്തിലൂടെയാണ്, എന്നാൽ അതിന്റെ അവസാനം തേജസ്കരണത്തിലൂടെയാണ്. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവര്, നീതീകരണത്തിലാണ് നമ്മുടെ വിശുദ്ധീകരണം ആരംഭിക്കുന്നത്, തേജസ്കരണത്തിലാണ് വിശുദ്ധീകരണം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കാര്യം മനസ്സിലാക്കണം. ആ പദവിയിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവരെ തകർക്കാൻ, അവരെ ഈ മിനിസ്ട്രി ഇത് പുറകോട്ട് കൊണ്ടുപോകാൻ, അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പുറകോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതിന് സാധ്യതയുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നവിടെ പറയുന്നു. അത് കൃത്യമായി പറയുന്നു. അത് 17 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. 16 എണ്ണം വിസിബിളും ഇൻവിസിബിളുമായ കാര്യങ്ങൾ, ദൃശ്യവും അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു സൃഷ്ടിക്കോ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നീതീകരിക്കപ്പെട്ട നിങ്ങളെ, രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളെ, തേജസ്കരിക്കപ്പെട്ട നിങ്ങളെ. തേജസ്കരിക്കപ്പെട്ടെന്ന് പറയുന്നത് അതൊരു ഗ്രീക്ക് ലിറ്ററേച്ചറിന്റെ ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി നോട്ട് എറ്റ്. അതറിയാമല്ലോ, ഓൾറെഡി നോട്ട് എറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, വന്നുമിരിക്കുന്നു, നാഴിക വന്നുമിരിക്കുന്നു, നിങ്ങളെ സ്നേഹസ്വരൂപത്തിന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രയോഗമുണ്ട്. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഇനോഗ്രേറ്റഡ് ബട്ട് നോട്ട് കൾമിനേറ്റഡ്, അങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ പറയുകയാണ്. നമ്മുടെ ദൈവത്തിന് ഭൂത വർത്തമാന ഭാവി അങ്ങനെയൊന്നുമില്ല. ദൈവം അങ്ങനെയാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ടൊരു കാര്യം ഓർക്കണം, നിങ്ങളുടെ പ്രിവിലേജ്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പൗലോസ് 5 ചോദ്യം ചോദിക്കുന്നത്. ഈ ചാപ്റ്റർ, ഈ പുസ്തകം മുഴുവൻ ചോദ്യങ്ങൾ അറിയാമോ? അപ്പോളജറ്റിക് സ്റ്റൈലാണ് റോമാലേഖനം എഴുതുന്നത്. കാരണം എതിരാളികൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹം തന്നെ ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് ഇദ്ദേഹം തന്നെ മറുപടി പറയുകയാണ്. 4ന്റെ 1 ചോദ്യമാണ്, 6ന്റെ 1 ചോദ്യമാണ്, 6ന്റെ 15 ചോദ്യമാണ്, 7ന്റെ 7, 7ന്റെ 24 എല്ലാം ചോദ്യമാണ്. ചോദ്യങ്ങൾ തന്നെയാണ്. ആകയാൽ എന്തു പറയേണ്ടു? പാപം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയോ? അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങളാണ്. അങ്ങനെ ചോദിച്ചും പറഞ്ഞും വളരെ ക്രൈസ്തവ ന്യായശാസ്ത്രപാതപരമായി ചോദ്യങ്ങൾ ചോദിച്ച് പൗലോസ് മറുപടി പറയുകയാണ്. എന്നിട്ട് അവസാനം പൗലോസ് പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലമായതിന്റെ തെളിവെന്താ? ദൈവം നമുക്ക് അനുകൂലമായതിന്റെ തെളിവ് നീതീകരിച്ചതാണ്, മുന്നറിഞ്ഞതാണ്, പുത്രനെ നമുക്ക് വേണ്ടി നൽകിയതാണ്, പരിശുദ്ധാത്മാവിനെ തുണ നിൽക്കാൻ നൽകിയതാണ്, നമ്മളെ വിളിച്ചതാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയതാണ്. എന്ത്? ദൈവം നമുക്ക് അനുകൂലമായതിന്റെ തെളിവ്. അങ്ങനെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും പ്രതികൂലമായി നിൽക്കാൻ പറ്റില്ല. സ്തോത്രം. 2ാമത് ചോദിക്കുകയാണ്, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? ഇത് കോടതി ഭാഷയാണ്. കോടതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ജഡ്ജി ആരോടെങ്കിലും ചോദിക്കാൻ, ആർക്കെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ചാർജ് ചെയ്യാൻ? ഒരു മനുഷ്യനും വരുന്നില്ല. പ്രിയമുള്ളവരെ, റോമാലേഖനം മുഴുവൻ പഠിച്ചാലുണ്ടല്ലോ നമ്മൾ മിണ്ടാതിരിക്കത്തില്ല.
സ്തോത്രം. റോമാലേഖനം എഫേസ്യ ലേഖനവും പഠിച്ചാൽ നമ്മുടെ സകല മാമൂലികളും തീരും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ പദവി അതാണ്. നമ്മൾ ആരാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. കോടതി ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ കുറ്റം പറയാൻ എന്ന് ചോദിച്ചപ്പോൾ ആർക്ക് കുറ്റം പറയാൻ ഇല്ലാത്ത നിലയിൽ ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 50:8-9 ഒരു വാക്യമുണ്ട്, വളരെ രസകരമായ വാക്യമാണ് പ്രിയമുള്ളവരെ. യെശയ്യാപ്രവചനം 50:8-9 വെല്ലുവിളിക്കുക. തൻ്റെ ഇടമുള്ളവർ ഇങ്ങോട്ട് കയറി വന്നാട്ട് കുറ്റം പറയാൻ ചോദിക്കുകയാണ്. കർത്താവിന്റെ തുണയാണ്. അങ്ങനല്ലേ ആ വാക്യം? കണ്ടോ? നീതീകരിക്കുന്നവന് സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവനാർ. നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എന്റെ പ്രതിയോഗിയാർ, അവൻ ഇങ്ങു വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവനാർ, അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും. കണ്ടോ? വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഇടമുള്ളവര് കയറി വാ എന്നോട് കുറ്റം പറയാൻ. യെശയ്യാവ് 50:8 പറയുകയാണ്, കർത്താവ് എനിക്ക് തുണയാൻ, ദൈവം എന്നെ നീതീകരിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോ? വിളിച്ചു ചോദിക്കണം, ആരെങ്കിലും ഉള്ളോ? കോടതി പബ്ലിക്കിൽ ഓപ്പൺ കോടതിയിൽ വിളിച്ചു ചോദിക്കണം, ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ? ഇന്ന് രാത്രി എൻ്റെ മുൻപിലും പുറകിലും ഇരിക്കുന്നവർ പറയുന്നു, സുപ്രീം കോടതി നിങ്ങളെ വെറുതെ വിട്ടതാണ്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? അപവാദങ്ങൾ പറയട്ടെ, കള്ളക്കഥകൾ പറയട്ടെ, പ്രിയമുള്ള നിർമ്മിക്കപ്പെട്ട സ്റ്റോറികൾ പറയട്ടെ, അതിൻ്റെ എല്ലാം അവസാനം ഉയർപ്പ് വരെയാണ്. നിങ്ങൾക്കറിയാമോ, 5 കോടതി 6 പ്രാവശ്യം വിസ്തരിച്ചു. പീലാത്തോസിന്റെ ഹേരോദാവിന്റെ സിവിൽ കോടതിയിൽ, കന്യാഭാവിന്റെ കയ്യഭാവിന്റെ മതകോടതിയിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു പെറ്റി കേസില്ലാത്തയാളാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കള്ളക്കഥയുണ്ടാക്കി, കള്ളസാക്ഷികളെ ഉണ്ടാക്കി, എല്ലാം കൊണ്ടുവന്നിട്ട് അവർ അപവാദ പ്രചരണം നടത്തി, പിതൃത്വം ചോദ്യം ചെയ്തു, മതപദവി ചോദ്യം ചെയ്തു, രക്തവിശുദ്ധി ചോദ്യം ചെയ്തു, ശുശ്രൂഷ വിവാദമാക്കി, അധികാരം ചോദ്യം ചെയ്തു. എന്നാൽ ഈ കഥകൾക്കെല്ലാം അവസാനം ഞായറാഴ്ച രാവിലത്തെ ഉയർപ്പ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാത്രി ദൈവസഭയോട് പറയുന്നു, നിന്റെ ഉയർപ്പ് വരെ ഇതിന് അവസാനമുള്ളൂ. ഞായറാഴ്ചത്തെ ഉയർപ്പ് വരെ ഇതിന് അവസാനമുള്ളൂ. കള്ളക്കഥ അന്ന് അവസാനിക്കും, കള്ളപ്രചരണം അന്ന് അവസാനിക്കും, കള്ളസാക്ഷികളുടെ പ്രമേയങ്ങൾ അന്ന് അവസാനിക്കും. ദൈവം നിന്നെ ഉയർപ്പിക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ റിസറക്ഷൻ നടന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച്, ഹൈപ്പോത്തറ്റിക്കലാ, നിങ്ങൾ റിസറക്ഷൻ നടന്നില്ലെങ്കിൽ ചിന്തിച്ച്, എല്ലാവരും ഇത് വിശ്വസിക്കും, എല്ലാവരും ഇത് വിശ്വസിക്കും കേട്ടോ. പക്ഷെ ഇതിന്റെ ആയുസ് 3 ദിവസമേ ഉള്ളെന്ന് ദൈവസഭയോട് ഞാൻ പറയുന്നു. പ്രിയമുള്ളവരെ, ഞായറാഴ്ച രാവിലെ റിസറക്ഷൻ നടക്കുമ്പോൾ സകല കള്ളക്കഥകളും പൊളിയും. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ അപവാദം പറയുന്ന, നിനക്കെതിരെ കുറ്റം ചുമത്തുന്ന അപവാദി ഉണ്ടല്ലോ, രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി. ഈ അപവാദിയെ സെക്രിയ പ്രവചനം 12:3 പറയുന്നുണ്ട്, യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ഇന്ന് രാത്രി കുറ്റബോധത്തിന് തടവറയിൽ ആരും നിൽക്കണ്ട, പാപബോധത്തിന് തടവറയിൽ ആരും നിൽക്കണ്ട. യേശുവിന്റെ രക്തം നിങ്ങളെ വിശുദ്ധീകരിച്ചതാണ്, നിങ്ങളെ നീതീകരിച്ചതാണ്. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? അല്പസമയം ഒരു 20 സെക്കൻഡ് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നീതീകരണത്തിന്റെ വില തിരിച്ചറിയുക, വിശുദ്ധീകരണത്തിന്റെ വില തിരിച്ചറിയുക. സുപ്രീം കോടതി വെറുതെ വിട്ടവരാണ് നിങ്ങൾ. ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. ദൈവിക കോടതി നമ്മളെ വെറുതെ വിട്ടു. കള്ളക്കഥകൾ പൊളിയും. പ്രിയമുള്ളവരെ, സുപ്രീം കോടതി വെറുതെ വിട്ട ഒരാൾ തിരുവല്ല ബസ് സ്റ്റാൻഡ് വന്ന് നിൽക്കുമ്പോൾ ഏത് താഴത്തെ കോടതിയാ, ഏത് പോലീസാണ് ഇനി ചാർജ് ചെയ്യാനുള്ളത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഒരു ചാർജ് മാർക്കും നിങ്ങളുടെ മേൽ ചൊലുത്താൻ പറ്റത്തില്ല. ഇനി ഒരു കള്ളക്കഥകളും നിങ്ങൾക്കെതിരെ പറയാൻ പറ്റത്തില്ല. കാരണം ദൈവിക കോടതി നിങ്ങളെ വെറുതെ വിട്ടു. ഹല്ലേലൂയ. അടുത്ത ചോദ്യം പറയുകയാണ്, ആര് ശിക്ഷ വിധിക്കുന്നതാണ് ഈ പറയുന്നത്? ആര് ശിക്ഷ വിധിക്കുന്ന പറയുന്നത്? 8:1 ശിക്ഷാവിധി കഴിഞ്ഞുപോയി. കണ്ടോ? ശിക്ഷ നടന്നത് ക്രിസ്തുവിന്റെ മേലാണ്. ശിക്ഷ നടന്ന ക്രിസ്തുവിന്റെ മേലാണ്. ന്യായപ്രമാണത്തിന്റെ നീതി നിർവഹിക്കപ്പെട്ടത് ഈ പ്രായശ്ചിത്ത ബലിയിലാണ്. പ്രിയമുള്ളവര്, അതുകൊണ്ട് ദൈവക്രോധത്തിന്റെ തീ ഇറങ്ങിയത് ഈ ക്രിസ്തുവിന്റെ യാഗത്തിന്മേലാണ്. തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഈ തീ ഇറങ്ങിയത് യാഗത്തിന്മേൽ, ആലയത്തിലല്ല കേട്ടോ. ആലയത്തിൽ ഇറങ്ങുന്നത് തേജസ്സും യാഗത്തിന്മേൽ ഇറങ്ങുന്നത് തീയുമാണ്. അത് മനസ്സിലാക്കണം. കാരണം യാഗം റെപ്രസെന്റ് ചെയ്യുന്നത് പാപത്തെയാണ്.
പാപത്തിന്മേലാണ് ജഡ്ജ്മെന്റ് ഇറങ്ങി വന്നത്, പാപത്തിന്മേലാണ് ക്രോധത്തിന്റെ തീ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ക്രൂശിലാണ് ജഡ്ജ്മെന്റ് നടന്നത്. അതുകൊണ്ട് ശിക്ഷാവിധിയും മാറിപ്പോയി പ്രിയമുള്ളവരെ. ആ തീ അവിടെ മേലിറങ്ങി. അതുകൊണ്ട് ലോകത്തിന് ഇനി ജഡ്ജാണ്, നിങ്ങൾക്കിനി അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോൾ ഇനി ആര് ശിക്ഷ വിധിക്കുന്നതാണ് ഈ പറയുന്നത്? ചോദിക്കുക. നിങ്ങളുടെ വക്കീലിന്റെ ജോലി നിങ്ങൾക്ക് ശിക്ഷ തരുന്നതല്ല. നിങ്ങളുടെ വക്കീലിന്റെ ജോലി നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതാണ്. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സിലായോ? കർത്തൃമേശയിൽ എന്നും വായിക്കുന്നാലേ ലോകത്തോടുകൂടി ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ, ലോകത്തിന് ശിക്ഷാവധിയും നിങ്ങൾക്ക് ബാലശിക്ഷമാണെന്നല്ലേ അതിന്റെ അർത്ഥം പ്രിയമുള്ളവര്. അതുകൊണ്ട് സഭയ്ക്ക് ജഡ്ജല്ല, സഭയ്ക്ക് മധ്യസ്ഥനാണ്. അതുകൊണ്ട് നിത്യ പുരോഹിതനായി മധ്യസ്ഥനായി യേശു ഇരിക്കുന്നത് കൊണ്ട് ഇനി ആര് ശിക്ഷ വിധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ. പിന്നെ ചോദിക്കുകയാണ്, പുത്രനെ നൽകിയവൻ സകലതും തരാതിരിക്കുമോ? ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് നൽകിയത് കേട്ടോ, ഏറ്റവും നല്ലത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം പുത്രനേക്കാൾ വില കുറഞ്ഞതാ. നിങ്ങളുടെ പ്രെയർ ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം കാൽവരിയേക്കാൾ വില കുറഞ്ഞതാണ്, പുത്രനേക്കാൾ വില കുറഞ്ഞതാ. വീട് വേണം, കാർ വേണം, നല്ല ജോലി വേണം, ശമ്പളം വേണം, പ്രമോഷൻ വേണം, സ്ഥലം മാറ്റം വേണം, ഇതെല്ലാം വില കുറഞ്ഞ കാര്യങ്ങളാണ്. പുത്രനേക്കാൾ വില കുറഞ്ഞത്. പുത്രനെ നൽകിയെങ്കിൽ വില കുറഞ്ഞ വിഷയങ്ങൾ ദൈവം നൽകാതിരിക്കുമോ? പുത്രനെ നൽകിയെങ്കിൽ വില കുറഞ്ഞ വിഷയങ്ങൾ ദൈവം നൽകാതിരിക്കുമോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവം നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവമാണ്. അതിന് നിങ്ങൾ പ്രാസം പറഞ്ഞ് പ്രാർത്ഥിക്കുക പോലും വേണ്ട. റോമാലേഖനം വായിച്ചപ്പോൾ കോരിത്തെരിച്ചു പോയി ആ ഭാഗം പഠിച്ചപ്പോൾ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ, നമ്മുടെ ഞരക്കമല്ല, പക്ഷപാതം ചെയ്യുന്നതിന്റെ ഞരക്കമാണ്. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രാസം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട, സാഹിത്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നയാഗ്ര വെള്ളച്ചാട്ടമല്ല പ്രാർത്ഥന. ഇന്ന് രാത്രി വേദനിച്ചാൽ മതി, ഹൃദയം ഒന്ന് പടഞ്ഞാൽ മതി, ഒന്ന് നൊമ്പരപ്പെട്ടാൽ മതി. നിങ്ങളുടെ സഫറിങ് പരിശുദ്ധമാവ് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ സഫറിങ് പരിശുദ്ധമാവ് ഷെയർ ചെയ്യുന്നു. പ്രാർത്ഥന ദൈവസന്നിധി കൊണ്ട് എത്തിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞാൽ മതി, ഹൃദയം ഒന്ന് പൊടിഞ്ഞാൽ മതി. ഹൃദയങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവ്, ഹൃദയങ്ങളെ നോക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുന്നു, പ്രാർത്ഥന ഷെയർ ചെയ്യുന്നു, സഫറിങ് ഷെയർ ചെയ്യുന്നു. ഗ്ലോറി 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 ഗ്ലോറി. അതുകൊണ്ട് വേദനയോട്, നിരാശയോട്, ഭാരത്തോട് ഈ ഗ്രൗണ്ടിൽ വന്ന പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിക്കാൻ ഇവിടെ മൈക്ക് കിട്ടണമെന്നില്ല. നിങ്ങളുടെ വേദന ഹോളി സ്പിരിറ്റ് ഇന്റർസീഡ് ചെയ്യുകയാണ്, സഫറിങ് ഷെയർ ചെയ്യുകയാണ്. ആ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. അത് നിങ്ങളുടെ ഭാഷയെ കുറിച്ചല്ല, അന്യഭാഷ ഗ്ലോസോലാലിയെ കുറിച്ച് ഒന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് പക്ഷപാതം ചെയ്യുന്നതിന്റെ ഞരക്കമാണ്. സ്തോത്രം. കുഞ്ഞമ്മയുടെ മടിയിരുന്നോട് വർത്താനം പറയുമല്ലോ, കൊഞ്ഞ പറയുമല്ലോ. അമ്മ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും നമുക്ക്. കുഞ്ഞ് പറഞ്ഞു ഇന്നതാണ്. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഞരങ്ങിയാ മതി, ഹോളി സ്പിരിറ്റ് ദൈവസന്നിധി കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. ഉച്ചരിച്ചുകൂടെ ഞരക്കങ്ങൾ, വാക്കുകൾ കുഴഞ്ഞു പോകുമ്പോൾ, ഒന്നും പറയാൻ പോലെ വിതുമ്പുമ്പോൾ, ആ കൊഞ്ഞ പറയുന്ന കുഞ്ഞിന്റെ വാക്ക് പരിശുദ്ധമാവ് ദൈവസന്നിധി കൊണ്ടെത്തിക്കും. അമ്മ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വേദന ദൈവസന്നിധിയിലെത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ പക്ഷപാതം. പ്രൈസ് ദി ലോർഡ്. ഇന്റർസീഡ് ചെയ്യുകയാണ്. ആത്മാവിലുള്ള ജീവിതമാണ്, ജയകരമായ ജീവിതമാണ്. സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, പുത്രനെ നൽകിയവൻ, അതോടുകൂടി ആനയെ നൽകിയവൻ, ആനത്തൊട്ടി, ഒരു തോട്ടി ഉണ്ടല്ലോ, അത് തരാതിരിക്കുമെന്ന് ഒരു ഗ്രാമീണ ഭാഷയെ പറയുന്ന പോലെ ഏറ്റവും വിലപ്പെട്ടത് നൽകിയത്. ബില്ലി ഗ്രഹാം പറഞ്ഞു, പുത്രനെ നൽകിയപ്പോൾ സ്വർഗം പാപ്പരായെന്നാണ്. സ്തോത്രം. പുത്രൻ എന്ന പരിഗണന പോലും കൊടുക്കാതെന്നുള്ള ട്രാൻസ്ലേഷൻ ഉണ്ട്. പുത്രൻ എന്ന പരിഗണന പോലും കൊടുക്കാതെ, പുത്രൻ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ നിങ്ങൾക്കും നൽകിയെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം തരും. 2025 നീ ഇനി കരയത്തില്ല. 2025 നീ ആടെ മുമ്പിൽ തല കുരിക്കത്തില്ല. 2025 നീ തല ഉയർത്തി നടക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം നീതിഗണം പ്രാപിച്ചവളാണ്, നീതിഗണം പ്രാപിച്ചവനാണ്, വിശുദ്ധീകരണം പ്രാപിച്ചവനാണ്. ഇന്ന് രാത്രി എത്ര പേര് ഇത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ ഞങ്ങളെ ആരാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? സ്തോത്രം. കട്ടതയുണ്ട് കേട്ടോ. പക്ഷെ ബിജി ജോയി പകൽ നന്നായിട്ട് അത് അവതരിപ്പിച്ച് സ്തോത്രം. എല്ലാ പ്രശ്നവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
പ്രൈസ് ലോർഡ്, സ്തോത്രം. ലേബർ പെയിനെ കുറിച്ച് അവർ ഏറ്റവും വലിയ പെയിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 ഞരക്കം പറയുന്നുണ്ട്, 3 ഗ്രോൺസ്. 1 സിട്ടിയുടെ ഞരക്കം, 2 വിശ്വാസിയുടെ ഞരക്കം, 3 ആത്മാവിന്റെ ഞരക്കം. അതുപോലെ വേദനപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷ കർത്താവ് പറയുന്നുണ്ട്, അമ്മ പ്രസവ വേദനപ്പെടുന്നു, വലിയ വേദനയാണ്. പക്ഷെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവൾ പഴയ കഷ്ടം മറക്കുന്നത് പോലെ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല കേട്ടോ. നമ്മുടെ കഷ്ടത മാറാൻ സമയമായി, നമ്മുടെ വേദന മാറാൻ സമയമായി, മഹത്വം വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറ്റുന്നതാണ് ഈ പറയുന്നത്. ദൈവിക കോടതി വെറുതെ വിട്ട ഞങ്ങളെ, രക്തം കൊണ്ട് വിശദീകരിച്ച ഞങ്ങളെ, മുന്നറിഞ്ഞ ഞങ്ങളെ, സ്തോത്രം. ഇതാ നമ്മുടെ സന്ദേശം. ചർച്ചക്കൂട്ടിന്റെ വെബ്സൈറ്റിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്ലിയൻ ഹോളിനെസ് കൺസോർഷ്യം കൊടുത്തിരിക്കുന്നത്. പെന്തക്കോസ്ത് തിയോളജി സെമിനാരിയിലെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്ലിയൻ അർമീനിയൻ പെന്തക്കോസ്റ്റൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞങ്ങൾ കാൽവിനിസം തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം മുറിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടിയാണ് ഞാനത് അടിവരയിട്ടത്. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം, വ്യക്തമായ ഒരു കാര്യം പറയുന്നു. ഈ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിങ്ങൾക്കറിയാമോ മാറിവാനിയോസിനെ, സ്വർണ്ണ നാവുകാരനായ ജോൺ ക്രിസോസ്റ്റത്തെ നിങ്ങൾക്കറിയാമോ? റോമൻ ചക്രവർത്തി കൊണ്ട് കോടതി നിർത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ നാട് കടത്തും. ഉടനെ മാറിവാനിയോസ് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് എന്നെ നാട് കടത്താൻ പറ്റത്തില്ല, കാരണം ഈ ലോകം മുഴുവൻ എൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. ഉടനെ പറഞ്ഞു, ഞാൻ നിന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടും. ഉടനെ പറഞ്ഞു, എൻ്റെ സ്വത്ത് മുഴുവൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലാണ്, പിതാവിനോട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം അവിടെയാണ്. ഉടൻ പറഞ്ഞു, ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒറ്റപ്പെടുത്തി ഞാൻ നിന്നെ തടങ്കിൽ തള്ളും. ഉടനെ പറഞ്ഞു, മാറിവാനീസ് പറഞ്ഞു, എൻ്റെ സ്നേഹിത സ്വർഗത്തിലുണ്ട്, അവരിൽ നിന്ന് മാറ്റാൻ നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കോടതിയുടെ മുമ്പിൽ കൊണ്ട് മാറിവാനീസ് പറഞ്ഞു, കോടതി ചക്രവർത്തിയെ, തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാത്രി പിശാചിനെ നോക്കി വിളിച്ചു പറയാമോ, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റോമൻ ചക്രവർത്തിയെ, ഞങ്ങളെ നാട് കടത്താൻ പറ്റില്ല, കാരണം നാട് മുഴുവൻ ഞങ്ങളുടെ പിതാവിന്റെ ഭവനമാണ്. ഞങ്ങളുടെ സമ്പത്ത് കണ്ടുകെട്ടാൻ പറ്റില്ല, ഞങ്ങളുടെ സമ്പത്ത് പിതാവിന്റെ അടുക്കലാണ്. ഞങ്ങളെ ജയിലടയ്ക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു പിതാവുണ്ട്. അതുകൊണ്ട് ചക്രവർത്തിയോട് ഞാൻ പറയുന്നു, തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാത്രി പിശാചിനെ നോക്കി പറയാമോ, ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല. ഒന്ന് പറഞ്ഞ്, ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടെ തിയോളജിക്കൽ കൺവിക്ഷനാണത്. ഞങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ വിശദീകരിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ മുന്നറിയപ്പെട്ടവരാണ്, ഞങ്ങൾ പുത്രത്വ പദവിയുള്ളവരാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഞങ്ങളെ തകർക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ നിർത്തുകയാണ്. ബെന്നിച്ചായന് പ്രസംഗിക്കണം. ഇത് സാമ്പിൾ പഠിക്കട്ടെ, തൃശ്ശൂർ പൂരം വരുന്നേ ഉള്ളൂ. സ്തോത്രം. വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. 17 കാര്യം പറഞ്ഞിരിക്കുക. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ, അത് ഫാളൻ ഏഞ്ചൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. സ്തോത്രം. ദൂതന്മാർക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, അതോറിറ്റീസ്, അത് ഭരണകൂടമാണെന്നും ട്രാൻസ്ലേഷൻ ഉണ്ട്. സ്തോത്രം. കാരണം അന്ന് സഭ നേരിട്ട ഏറ്റവും വലിയ വിഷയം സ്റ്റേറ്റിന്റെ പീഡനമാണ്, ഭരണകൂടത്തിലെയാ. ഞങ്ങൾ ഈ രാത്രി പറയുന്നു, ഒന്നിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ 1999 ജനുവരി 23-ാം തീയതി ഒരു മനുഷ്യനും കുഞ്ഞുങ്ങളെ രക്തസാക്ഷിയായതിന്റെ 25-ാം വാർഷികത്തിന്റെ രാത്രിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തോട് പറയുന്നു, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കും, ഞങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. 25 വർഷം പുറകോട്ട് നോക്ക്, ഇന്ത്യ ഈ സഭ തകർന്നില്ല. 25 വർഷം പുറകോട്ട് നോക്ക്, ഇന്ത്യ ഈ പ്രസ്ഥാനം തകർന്നില്ല, ഇന്ത്യയിൽ ചർച്ചകോട് തകർന്നില്ല. കാരണം ഇത് ദൈവത്തിന്റെ മാർഗമാണ്. ഉയരത്തിനോ ആഴത്തിനോ, അതിനെക്കുറിച്ച് തിയോളജിസ്റ്റിന്റെ വലിയ ഡിബേറ്റാണ്. ഉയരത്തിനോ ആഴത്തിനോ. അസ്ട്രോളജിയുമായി ബന്ധമുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. മനസ്സിലായോ? അസ്ട്രോളജി, സൈറ്റാനി സിസ്റ്റം, ജ്യോതിശാസ്ത്രം, വ്യാഴവും ശുക്രനും അത്യുച്ച നിലയിലെത്തുമ്പോൾ നല്ല കാലമാണെന്നൊക്കെ ചിലർ പറയും. അത് മാറി ശനി അത്യുച്ച കോടിയിലെത്തുമ്പോൾ കഷ്ടകാലമാണെന്ന് പറയും.
പക്ഷെ ഇന്ന് രാത്രി പൗലോസ് പറയുകയാണ്, അസ്ട്രോളജിക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മന്ത്രവാദത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അസ്ട്രോണമിക്ക് ഞങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ഖഗോള ശാസ്ത്രത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലക്ഷണ വിദ്യയ്ക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാർത്തിയുടെ ചങ്ങല ബന്ധിക്കുന്നവൻ, മകരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നവൻ, സപ്പർശികളെയും മക്കളെയും ചരട് കൊണ്ട് പിടിക്കുന്നവൻ, ഓ രാശിചക്രത്തെ ചങ്ങലയിട്ട് പിടിക്കുന്ന നമ്മുടെ ദൈവത്തിന് സകലവും നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ഒന്നിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ സഫറിങ് ഒരു ഘടകമാണ്. അത് ക്രിസ്ത്യൻ എഡ്യൂക്കേഷന്റെ സിലബസിന്റെ ഭാഗമാണ്. കഷ്ടത ആരും നിങ്ങൾ നിരാശപ്പെടണ്ട, അതൊന്നും നിങ്ങൾ നിരാശപ്പെടണ്ട. ആ സഫറിങ് മാറും. സ്തോത്രം. അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസ് എന്നും പ്രാർത്ഥിക്കും, കഷ്ടത തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കഷ്ടത തരണമേ, കാരണം ക്രിസ്തുവിന്റെ ഘട്ടങ്ങളോട് എനിക്ക് അനുരൂപപ്പെട്ടാലേ എനിക്ക് മഹത്വം പ്രാപിക്കാൻ പറ്റൂ. അസീസിയോട് ചേർന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് സഫറിങ് തരണമേ, എന്നാലേ ഞങ്ങൾക്ക് ഗ്ലോറി കാണാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മഹത്വം കാണാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരാമത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. രാത്രി പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ആഴ്ചത്തെ റോമാലേഖന പഠനം കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കൺവിക്ഷനിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന്, ഈ സ്നേഹത്തിൽ നിന്ന്, ദൈവമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, അരക്കച്ച അരയോട് പറ്റിയിരിക്കുന്നവർ നേരമേ പറഞ്ഞത്, ആ ബന്ധത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ ഭരണകൂടത്തിനോ ഒരു പ്രസ്ഥാനങ്ങൾക്കോ ഒരു പ്രതിസന്ധിക്കോ കഴിയത്തില്ല. ആ സത്യപ്രതിജ്ഞ എടുത്ത് ഈ ക്യാമ്പസ് വിട്ട്, ഈ ഗ്രൗണ്ട് വിട്ട് മടങ്ങി പോകാവൂ. ഒരു പ്രതിസന്ധികളിലും ആര് പുറകോട്ട് മാറരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജീവനോ മരണത്തിനോ, ജീവനും മരണം പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് 44 സംഖ്യ 22 എടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. ജീവിച്ചാലും വലിയ പ്രയോജനമില്ല. ദിവസേന ആളുകളെ പോലെ അടിക്കുക. വീഡിയോ കാണുന്നില്ലേ? 60 രാജ്യങ്ങളിൽ പീഡനമുണ്ട്. ഉത്തര കൊറിയ മുതൽ ഇന്ത്യ 11ാം സ്ഥാനത്താ. പ്രൈസ് ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു, എന്നും കൊല്ലുകയാണ്. മരണം പോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. പക്ഷേ ഞങ്ങൾ പുറകോട്ട് മാറത്തില്ല. ഹല്ലേലൂയ, ഞങ്ങൾ പുറകോട്ട് മാറത്തില്ല. ഞങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കോടതി വെറുതെ ഇവിടെ കരപറ്റി സ്വതന്ത്രം ചെയ്താട്ടെ. ശക്തമായിട്ട് ഒന്നുകൂടെ സ്വതന്ത്രം ചെയ്താട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ. ഓ യുവാനിയോസ് പറഞ്ഞതുപോലെ വിളിച്ചു പറയുക, ഈ ലോകത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിശാചേ, നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. യുവാനിയോസ് പറഞ്ഞു, നിന്നൊക്കെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല.